ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തല്ല എല്ലാവർക്കും സുഖന്നല്ലേ? അൽഹംദുലില്ലാ നമ്മളും സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ രാവിലെ മുതൽ രാത്രി വരെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് റെസിപ്പീസ് ഉണ്ട്. പിന്നെ നിങ്ങൾ കുറേ ആയിട്ട് ചോദിക്കലില്ലേ എൻ്റെ ഇജാബ് സ്റ്റൈൽ, അപ്പോൾ അതും 2-3 തരം ഇജാബ് സ്റ്റൈൽ കാണിക്കുന്നുണ്ട്. പിന്നെ കുറേ വിശേഷങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്ക് ഇഷ്ടമാവാൻ തന്നെ സബ്സ്ക്രൈബ് ആക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോവാം. രാവിലെ 10 മണി മുതലാട്ടോ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. രാവിലെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ആക്കി ഫാദർ പിന്നെ ഡ്യൂട്ടിക്ക് പോയി. പിന്നെ എൻ്റെ ഫ്രഷ് ആവലും പിന്നെ എനിക്ക് കുറച്ച് എഡിറ്റ് ആക്കാണ്ടേന് അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നേരെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ തലേന്ന് രാത്രി കുറച്ച് അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളപ്പം ചുടാനായിട്ട്. അപ്പോൾ രാവിലെ ഇപ്പോൾ എനിക്ക് ടൈം കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇപ്പം അരച്ചിട്ട് വെക്കാമെന്ന്. പിന്നെ വെള്ളപ്പത്തിന് 2-3 മണിക്കൂർ ഈ സ്റ്റെല്ലിട്ടിട്ട് അരക്കുന്നല്ലേ, അതുകൊണ്ട് തന്നെ 2-3 മണിക്കൂറെല്ലാം മതി. അപ്പോൾ ഞാൻ ആദ്യം വെള്ളപ്പത്തിന് വേണ്ട സാധനങ്ങളെല്ലാം എടങ്ങിലക്കാവ്, ഈസ്റ്റ്, ചോറ്, പിന്നെ അതുപോലെ തേങ്ങ അതെല്ലാം. അപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ടെല്ലാം ആദ്യം കൗണ്ടർ ടോപ്പിലെല്ലാം വെച്ചിട്ട് എല്ലാം സെറ്റാക്കിയിട്ട് വെക്കല. ഞാൻ എൻ്റെ അടുത്ത് വീഡിയോസ് എങ്ങനെ എടുക്കലിത്താന്നെല്ലാം ചോദിക്കലുണ്ട് കേട്ടോ, റെസിപ്പി വീഡിയോ. അപ്പം ആദ്യം ഞാനെല്ലാം കയ്യെത്തുന്ന സ്ഥലത്ത് വെക്കും, എന്നിട്ടാണ് ഞാൻ ഷൂട്ടാക്കലിട്ടാ. അല്ലാന്നുണ്ടെങ്കിൽ കുറേ ലേറ്റായി പോകും. നമ്മൾ ചെറിയൊരു റെസിപ്പി എടുക്കുകയെന്നുണ്ടെങ്കിലും കുറേ ലേറ്റായി പോകും. അപ്പോൾ സാധനങ്ങളെല്ലാം അടുത്തടുത്ത് വെച്ചിട്ടാണ് ഞാൻ ഈ റെസിപ്പി വീഡിയോസ് എല്ലാം ഷൂട്ടാക്കൽ. അപ്പോൾ ഞാൻ അരച്ചിട്ടെല്ലാം വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ റെസിപ്പി ഞാനിപ്പോൾ കാണിക്കുന്നില്ല, ഇൻഷാ അല്ലാ ഞാൻ അടുത്തത് അപ്ലോഡ് ആക്കട്ടെ. നല്ല അടിപൊളി പൂ പോലത്തെ വെള്ളപ്പാന്ന്, അതിലേക്ക് നല്ല ഓയിലൊന്നും ഇല്ലാത്ത നല്ല മുട്ട റോസ്റ്റിൻ്റെ ഒരു കറീൻ്റെ റെസിപ്പിയും കാണിക്കുന്നുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാ അപ്ലോഡ് ആക്കാം. ഇത് രാത്രി ഡിന്നറിനും വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം അതെല്ലാം അരച്ച് വെച്ചപ്പോൾ കുറേ പാത്രങ്ങളായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വാഷാക്കിയിട്ട് അതാത് സ്ഥലത്തേക്ക് വെക്കല. അല്ലെങ്കിൽ കുറേ പാത്രങ്ങളാവും കേട്ടോ. നമ്മളിപ്പം ചോറെല്ലാം ഉണ്ടാക്കാൻ നിന്നാലും ഈ പാത്രങ്ങൾ അവിടെ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയും പാത്രം കൂടാന്നല്ലാതെ കുറയില്ല. അപ്പോൾ നമുക്ക് കുറേ പണിയും ഉണ്ടാവും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ ചെറിയൊരു ടൈമിൽ 2 മിനിറ്റ് 3 മിനിറ്റ് എല്ലാം ഫ്രീ ഉണ്ടാകുമ്പം ഈ പാത്രങ്ങളൊക്കെ പെട്ടെന്ന് ഞാൻ ക്ലീൻ ആക്കിയിട്ട് അങ്ങനെ കഴുകിയിട്ടെല്ലാം റെഡിയാക്കി കൗണ്ടർ ടോപ്പെല്ലാം തുടച്ച് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഉച്ചക്കേക്കുള്ള ഫുഡ് റെഡി ആക്കലാം. നല്ല അടിപൊളി ഒരു മീനിൻ്റെ ഫ്രൈൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം അതിനായിട്ട് മീൻ ഞാൻ ആദ്യം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ തന്നെ പായസെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മീനിൻ്റെ പേര് എനിക്കറിയില്ല. കട്ട്ല പോലത്തെ 2 മീനാട്ടോ, രണ്ടും വേറെ വേറെ മീനാണ്. അപ്പോൾ ഒന്ന് വലുതും ഒന്ന് ചെറുതുമാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഒരു ചെറിയൊരു മസാല തേച്ചിട്ട് വെക്കണം. അതിനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 ടീസ്പൂൺ എടുത്താൽ മതി കേട്ടോ. 2 മീനല്ലേ ഉള്ളൂ. പിന്നെ ഈ ഒരു മീനിന് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നല്ലവണ്ണം മിക്സ് ആക്കുക. എന്നിട്ട് ഈ മീനുമ്മ 2 ഭാഗത്തായിട്ടും നല്ലവണ്ണം തേച്ച് കൊടുക്കുക കേട്ടോ. ഇത് ഫസ്റ്റ് കോട്ടിംഗ് ആണ്. ഇനി സെക്കൻഡ് കോട്ടിങ്ങും തേർഡ് കോട്ടിങ്ങും ഉണ്ട് കേട്ടോ. അത് ഞാൻ പറയാം, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ ഒരു ഫിഷ് ഫ്രൈ നല്ല സ്പെഷ്യലാണ്. അപ്പോൾ ഫുള്ളായിട്ടൊന്ന് കോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് വെക്കണം കേട്ടോ, കോട്ട് ചെയ്തിട്ട്. ഇനി നല്ലൊരു പച്ചക്കറി കാണിക്കുന്നുണ്ട് കേട്ടോ. മാങ്ങയും മുരിങ്ങാക്കായും വെച്ചിട്ട്, കാസർഗോഡ് ഭാഗത്ത് മുരിങ്ങാക്കോലെന്ന് എന്തെല്ലാം പറയുന്നതാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നുള്ളത്. അത് നമ്മൾ മലപ്പുറം ഭാഗത്ത് മീനൊന്നും കിട്ടാഞ്ഞാൽ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു കറിയാണ് കേട്ടോ ഈ മുരിങ്ങാക്കായെല്ലാം. പിന്നെ നമ്മളെ വീട്ടിലെല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാങ്ങയും മാങ്ങൻ്റെ സീസണെല്ലാം ആയിക്കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ എൻ്റെ അടുത്ത് പച്ച മാങ്ങ ഇല്ല. അപ്പോൾ ഉണക്ക മാങ്ങ എൻ്റെ ഉമ്മ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നീന് കേട്ടോ. ആദ്യം അതിൽ നിന്ന് ഒരു 5-8 പീസ് എടുത്തിട്ട് നല്ലവണ്ണം ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒരു മിനിറ്റ് ഇങ്ങനെ വെച്ചിട്ടാ. കാര്യം അതിൽ നിന്ന് പൊടിയെല്ലാം ഉണ്ടാവുമല്ലോ, നമ്മൾ പുറത്ത് ഉണക്കാനിടുന്നല്ലേ. അപ്പോൾ എന്തായാലും പൊടിയെല്ലാം കയറിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലോണം ഒന്ന് വാഷാക്കി എടുത്തതിന് ശേഷം പിന്നെ കുറച്ചും കൂടെ നല്ല ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പൊതിരാൻ വേണ്ടിയിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. മീൻ ഫസ്റ്റ് കോട്ടിങ് ചെയ്ത് വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം സെക്കൻഡ് കോട്ടിങ് ചെയ്യുക. അതിനായിട്ട് കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഒന്ന് നല്ലോണം നുള്ളിയിട്ടിട്ട് കൊടുക്കുക കേട്ടോ, അതിൻ്റെ സ്മെല്ല് വരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ചെറുനാരങ്ങാനീര്, ഉപ്പ് പിന്നെ നോക്കിയിട്ടിടുക. കാര്യം നമ്മൾ ഫസ്റ്റ് കോട്ടിങ് ചെയ്തില്ലേ, ആ ഒരു ടൈമിൽ തന്നെ ഉപ്പ് ചേർത്തിട്ടാണ് കോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം കൂടി പോകണ്ട. അപ്പോൾ ഈ ഒരു മുളകിനുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് 2 മീനുമേലും നല്ലോണം മസാല തേച്ച് പിടിപ്പിച്ചിട്ട് വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ഈ മസാല കുഴച്ചെടുത്തിട്ടുള്ളത്. ഡ്രൈ ആയതുകൊണ്ട് കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മസാല നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ട് 2 മീനുമേലും നല്ലോണം ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് അതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇതൊരു 10 മിനിറ്റ് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു മീനിൻ്റെ മസാല തന്നെ
ഐക്കൊറ ആവോലി അതിലെല്ലാം ചെയ്താലില്ലേ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മൾ ഈവനിങ്ങിനെല്ലാം ഫിഷെല്ലാം ഗ്രില്ലെല്ലാം ആക്കലില്ലേ, അങ്ങനെ ഫിഷ് ഗ്രില്ല് മാത്രം ഒറ്റയ്ക്ക് തിന്നാൻ ഭയങ്കര ടേസ്റ്റ് അല്ലേ. അതുപോലെ ഈ ഒരു മസാലയിൽ ഐക്കൊറ ആവോലി അതെല്ലാം ചെയ്തിട്ട് മീൻ അങ്ങനെ വെറുതെ തിന്നാൻ ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫിഷ് ഒറ്റയ്ക്ക് തിന്നാൻ. എന്നെപ്പോലെ മീനിന് പിരാന്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ആക്കണം കേട്ടോ. അപ്പോൾ അതാ മസാല എല്ലാം തേച്ചിട്ട് അത് മാറ്റി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് ഉപ്പേരി ആക്കുന്നുള്ളത് ക്യാബേജാണ്. ക്യാബേജ് നമ്മളെ മലപ്പുറത്തെല്ലാം ആക്കൽ നല്ല ചമ്മന്തി, തേങ്ങാ ചമ്മന്തി എല്ലാം അരച്ചിട്ട് അതിൽ മുളകും ചെറിയ ഉള്ളിയെല്ലാം ഇട്ടിട്ട് അരച്ചിട്ട് നല്ലോണം അരക്കെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ആക്കിയിട്ട് പിന്നെ ഈ ക്യാബേജ് വെന്ത് വരുമ്പം അതിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ടെടുക്കലാണ് കേട്ടോ. വെള്ളമൊന്നും ഒഴിച്ചെടുക്കില്ല. പക്ഷേ ഇത് ഉപ്പള ഭാഗത്തുണ്ടാക്കുന്ന ആ ഒരു ക്യാബേജ് സ്റ്റൈലാണ് കേട്ടോ. നമ്മൾ ഓരോ സ്ഥലത്തും ഉണ്ടാക്കുന്നത് ഡിഫറെൻ്റ് ആണ് കേട്ടോ. എന്തായാലും ഇപ്പം ഞാൻ മലപ്പുറത്ത് ഉണ്ടാക്കുന്ന സ്റ്റൈലേ അല്ല ഉപ്പളത്ത് ഉണ്ടാക്കുന്ന സ്റ്റൈലേ അല്ല മലപ്പുറത്ത്. ഒരുപാട് ഡിഫറെൻ്റ് ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ എല്ലായിടത്തും ഉണ്ടാവും ഒരുപാട് ഡിഫറെൻറ്റ്. അപ്പം ഈ ഒരു ക്യാബേജ് ഉപ്പളത്ത് ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റിലാണ് കേട്ടോ ഞാൻ കാണിക്കുന്നുള്ളത്. കുറച്ച് ക്യാബേജ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ഉരുളങ്കിഴങ്ങ്, പിന്നെ ഒരു ഉള്ളി ഇട്ടാ, പിന്നെ കുറച്ച് പച്ചമുളക്, എരിവിനനുസരിച്ചുള്ള പച്ചമുളക്. പിന്നെ ഞാൻ കുറച്ച് ക്യാബേജ് എടുത്തിട്ടുള്ളൂ. ബാക്കി ഞാൻ അങ്ങനെ റാപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ വെടക്കായി പോവും. ഇനിയിപ്പോൾ എപ്പോഴാണ് എടുക്കുകയെന്ന് പറയാൻ പറ്റില്ല. അപ്പം അതിന് വെടക്കായി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് റാപ്പ് ചെയ്തിട്ട് വെച്ചാൽ എന്താവില്ല കേട്ടോ. അപ്പോൾ അതാ മുഴുവനായിട്ട് നമ്മൾ സാധാരണ ക്യാബേജെല്ലാം കട്ട് ചെയ്യുന്നില്ലേ ഉപ്പേരിക്ക്, അങ്ങനെ കട്ട് ചെയ്യുക. പിന്നെ ഉരുളങ്കിഴങ്ങോ അങ്ങനെ സ്ലൈസ് ആക്കിയിട്ട് കട്ടില്ലാതെ കട്ട് ചെയ്തെടുക്കട്ടോ. അപ്പോൾ അതാ മുഴുവനായിട്ട് ഞാനിതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കുന്നുണ്ട്. പച്ചമുളക് ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആദ്യം ചെയ്ത് വെക്കൂട്ടോ. എന്നിട്ടാണ് ഞാൻ ഗ്യാസുമ്മലേക്ക് പോവുക. അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കുമ്പോൾ ഒന്ന് കട്ട് ചെയ്യാൻ അങ്ങനെ വരണ്ടേ. അപ്പം ഞാൻ മുഴുവനായിട്ട് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇപ്പോൾ ടൈം ഉണ്ടായതുകൊണ്ട് അങ്ങനെ ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇനിയിപ്പം മുരിങ്ങക്കായ കട്ട് ചെയ്തെടുക്കല. മുരിങ്ങാക്കോലെന്ന് മുരിങ്ങക്കായെന്ന് എന്തെല്ലോ പറയൂ കേട്ടോ. അപ്പോൾ അത് തോലെടുത്തിട്ട് കട്ട് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. നമുക്ക് ഉച്ചക്കൊക്കെ മാത്രം മതി കേട്ടോ മുരിങ്ങക്കായൻ്റെ കറി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു മുരിങ്ങക്കായ എടുക്കുന്നുള്ളൂ. അപ്പോൾ അതാ മുഴുവനായിട്ട് തോലെല്ലാം കളഞ്ഞിട്ട് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനിതാ ചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇങ്ങനത്തെ മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പം ഒന്നുകൂടെ ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനത്തെ കറിയെല്ലാം. അപ്പോൾ ആ ചട്ടിയിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം മാങ്ങ നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് വെച്ചില്ലേ, അപ്പം അതും ഒന്ന് നല്ലോണം ഒന്ന് പുതിർന്ന് വന്നിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു മുരിങ്ങക്കായ്ക്ക് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് തോനെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ ഇപ്പം എന്നെ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ, മറക്കാതെ. പിന്നെ ഷെയർ ചെയ്യാനും കൂടെ മറക്കണ്ട. മുരിങ്ങക്കായ് അവിടെ വേവിക്കാനും വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരടുപ്പത്ത് ഞാൻ ചട്ടിയിൽ കുറച്ച് വറവ് ഇട്ടിട്ട് നമ്മൾ സാധാരണ ഉപ്പേരി, അതായത് വറവ് ഉണ്ടാക്കലില്ലേ കാസർഗോഡ് ഉപ്പേരി എന്ന് പറഞ്ഞാൽ അച്ചാറാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് രണ്ടും പറയേണ്ടി വരുന്നത്. അതായത് പച്ചക്കറി ആക്കുന്നുള്ളത് സാധാരണ പച്ചക്കറി ആക്കുന്നില്ലേ അതേപോലെ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് കടുക് ഇട്ടിട്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ച പച്ചക്കറി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ടുണ്ട്. ചെറിയ തീയിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കറിയിലേക്കുള്ള തേങ്ങ വേണം. അതിനായിട്ട് ഞാൻ ഒരു അരക്കപ്പെല്ലാം ഒരു 3/4 കപ്പെല്ലാം തേങ്ങ ഉണ്ടാവും കേട്ടോ. എത്ര കറക്റ്റ് അളവ് എനിക്ക് ഞാൻ കുറച്ച് തേങ്ങ എടുത്തതാണ്. ഒരു 3/4 കപ്പെല്ലാം ഉണ്ടായിരിക്കും. ഈ തേങ്ങയിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു 2-3 അല്ലി ചെറിയ ഉള്ളിയില്ലേ ചീരുള്ളി, അത് പിന്നെ 2 അല്ലി വെളുത്തുള്ളി അതും കൂടെ ഇട്ടെടുത്തിട്ട് 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഈ ഒരു ടൈമിൽ വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് അരച്ചെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി ഇപ്പം ചേർക്കുന്നില്ല. ഞാൻ ഈ അരച്ചത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുമ്പോൾ അപ്പയാട്ടോ മഞ്ഞൾപ്പൊടി ചേർത്തെടുക്കുന്നുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്തെടുക്കാം കേട്ടോ. ഇതാ ക്യാബേജിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ചട്ടി മാറ്റിയിട്ടുണ്ട്. കാര്യം ഞാൻ ആദ്യം വെച്ച ചട്ടി ചെറുതായിരുന്നു, അപ്പോൾ ഇളക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വലിയ ചട്ടിയിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് അപ്പം പെട്ടെന്ന് ക്യാബേജ് വേവുമല്ല, അതവിടെ മൂടി വെച്ചിട്ടുണ്ട്. പിന്നില്ലേ എനിക്ക് ഈ ചെമ്മീനും മുരിങ്ങാക്കായും കൂടെ ഇട്ട കറിയില്ല, അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ ഫേവറേറ്റാണ് അത്. ഒരു ദിവസം നമ്മളിപ്പോൾ ഉച്ചക്കൊക്കെ ഉണ്ടാക്കിയാൽ അത് ഒരു ദിവസം കഴിഞ്ഞാലും രാവിലെ ഞാൻ ഉമ്മാൻ്റെ അടുത്ത് പറയില്ല ദോശ ഉണ്ടാക്കിയാൽ മതിയെന്ന്. നമ്മളെ സാധാരണ തെള്ള ഉപ്പളത്തെല്ലാം പറയില്ല തെള്ളാന്ന്, സാധാരണ
നീർദോശ അത് ഭയങ്കര ടേസ്റ്റാട്ടാ. പിന്നെ ആ ഒരു കറിയില്ലേ ഇരിക്കണോടത്തോളം ടേസ്റ്റ് കൂടുകയാണ് ചെയ്യൽ. ആ കറി ഉണ്ടാക്കുന്ന ദിവസമെല്ലാം ഞാൻ ഉമ്മാൻ്റെ അടുത്ത് പറയലുണ്ട് കേട്ടോ, ദോശ ഉണ്ടാക്കിയാൽ മതിയെന്ന്. പിറ്റേന്നൊക്കെ ചായക്ക് അല്ല ബ്രേക്ക്ഫാസ്റ്റിന് ദോശ ഉണ്ടാക്കിയാൽ അത്രയും ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ആ കറി. പിന്നെ അതിൽ ചട്ടിയിലില്ലേ ചോറെല്ലാം ഇട്ടിട്ട് തിന്നാൻ എന്തോ ഒരു ടേസ്റ്റ് തന്നെ കേട്ടോ. ഉമ്മാൻ്റെ കറിയെല്ലാം ഭയങ്കരമായിട്ട് മിസ്സാകുന്നുണ്ട്. അതൊക്കെ ഒരു കാലം. ഇനിയിപ്പോൾ ഉമ്മാൻ്റെ അടുത്ത് നിന്ന് എപ്പോഴാണ് അങ്ങനെ കിട്ടുക. കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് ഉമ്മ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഉമ്മ അങ്ങനെ കറിയെല്ലാം വെക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ഇനിയും ഇൻഷാ അല്ലാ നാട്ടിൽ പോയിട്ടെല്ലാം കഴിക്കാം ഇൻഷാ അല്ലാ. അതിനിപ്പോൾ മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതിനായിട്ട് വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ. ഈ ഒരു മീനിൻ്റെ ഫ്രൈ ചെയ്യാൻ വെളിച്ചെണ്ണ തന്നെ എടുക്കണം. ഈ ഒരു മീനിൻ്റെ ഫ്രൈ എങ്ങനെ ചെയ്യലെന്ന് പറഞ്ഞാൽ നല്ല ഡീപ്പ് ഫ്രൈ ചെയ്യലാണ് കേട്ടോ. വലിയ ചീരച്ചട്ടിയിൽ കുറേ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കല, മുക്കി പൊരിച്ചില്ലേ, അങ്ങനെയാണ് പൊരിച്ചെടുക്കേണ്ടത്. പക്ഷേ നമ്മൾ വെളിച്ചെണ്ണ വെറുതെ വേസ്റ്റ് ആവില്ലേ, അങ്ങനെ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നില്ല. സാധാരണ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പാനിൽ തന്നെയാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളത്. അപ്പോൾ സാധാരണ നോർമൽ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തന്നെ ചെറിയ തീയിൽ വെച്ചിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും മുരിങ്ങാക്കോല് വെന്തിട്ടുണ്ട്. അപ്പം ഞാനൊന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തേങ്ങ അരച്ച് വെച്ചില്ലേ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ടൈറ്റായിട്ടല്ല കേട്ടോ, കുറച്ച് കറി പോലെ വേണമല്ലോ. പിന്നെ കുറച്ച് കറിവേപ്പില കട്ടാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ പച്ചമുളക് കീറിയിട്ടിട്ട് കൊടുക്കുന്നുണ്ട് എരിവിനനുസരിച്ച്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ തേങ്ങ ഒഴിച്ച് കൊടുക്കുമ്പോൾ. എന്നിട്ട് ഉപ്പ് കുറച്ച് കുറവാണ്, കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഒന്ന് തിളച്ച് വന്നാൽ മതി കേട്ടോ. അപ്പം തീ ഓഫാക്കാം. ഇതിൻ്റെ മുന്നത്തെ 2-3 റെസിപ്പി വീഡിയോസ് തന്നെ കേട്ടോ ചെയ്തിട്ടുള്ളത്. നല്ല അടിപൊളി നൂഡിൽസിൻ്റെ റെസിപ്പി, പിന്നെ ഒരു കോംബോ റെസിപ്പി എല്ലാം ചെയ്തിട്ടുണ്ട്, ഗീ റൈസിൻ്റെ എല്ലാം. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ മീനിൻ്റെ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഞാൻ ചെറിയ തീയിൽ വെച്ചിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്, കരിഞ്ഞ് പോവാതിരിക്കാൻ. പിന്നെ നമ്മൾ ചെറുനാരങ്ങാ നീര് ചേർത്തുകൊണ്ട് തന്നെ ചിലപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കറുപ്പ് കളറാവും. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ആദ്യം ഫ്ലെയിമിൽ വെക്കുക, എന്നിട്ട് ചെറിയ തീയിൽ വെക്കട്ടോ. ഫ്രൈ ചെയ്ത് വെച്ചില്ല മീൻ അത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ആ ഫ്രൈ പാനിൽ നമുക്ക് വേറൊരു മസാലയും കൂടെ റെഡിയാക്കാനുണ്ട് കേട്ടോ. 3rd ലെയറായിട്ട് ഒരു മസാലയും കൂടെ റെഡിയാക്കാനുണ്ട്. അതിനായിട്ട് ഞാൻ 2 അല്ലി ചീരുള്ളി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 4-5 ടേബിൾ സ്പൂണ് തേങ്ങ, പിന്നെ ഉണ്ടമുളകില്ലേ എരിവിനനുസരിച്ച് ഉണ്ടമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ഞാനൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് കുത്തിയെടുത്താൽ മതി. ഞാനിപ്പോൾ ചെറിയ ഉരലുണ്ടായതുകൊണ്ട് അതിലാണ് ഒന്ന് ചതച്ചെടുക്കുന്നുള്ളത്. ഇനി മുളക് തേച്ച് വെച്ചില്ലേ ചട്ടി, നമ്മൾ മീൻ മസാല തേച്ച് വെച്ചില്ലേ ആ ഒരു ചട്ടിയിൽ കുറച്ച് മസാല ഉണ്ട് കേട്ടോ. അതിലേക്ക് തന്നെയാണ് ഈ ഒരു തേങ്ങ കുത്തിയത് ഇട്ട് കൊടുക്കുന്നുള്ളത്. എന്നിട്ട് നല്ലവണ്ണം ഇതുപോലെ മിക്സാക്കി കൊടുക്കുക. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ലവണ്ണം ഇങ്ങനെ പിച്ചിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നല്ലവണ്ണം മിക്സാക്കി കൊടുക്കുക. ഇനിതാ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ആ ചട്ടിയിൽ കുറച്ച് ഓയിലുണ്ടല്ലേ അതിലേക്ക് ഈ ഒരു തേങ്ങാക്കൂട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. നല്ലൊരു സ്മെല്ല് വരും, ആ ഒരു ടൈം വരെ മൂപ്പിച്ചെടുക്കുക. അഥവാ ഇതിൽ ഓയിലില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്താൽ മതി കേട്ടോ. വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. തേങ്ങ അതിൻ്റെ പച്ചമണമെല്ലാം മാറിയിട്ട് നല്ലൊരു സ്മെല്ല് വന്നിട്ടുണ്ട്. ആ ഒരു ടൈമിൽ നമ്മൾ മീൻ ഫ്രൈ ചെയ്ത് വെച്ചില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു തേങ്ങൻ്റെ കോട്ടിങ് ഈ ഒരു മീനുമേൽ ഇതുപോലെ മിക്സാക്കി കൊടുക്കട്ടോ. 2 ഭാഗത്ത് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം തേച്ച് കൊടുക്കുക. 2 മീനുമേലും ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല അയക്കുറ ആവോലി അതിലെല്ലാം ചെയ്യുമ്പം ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഇനിയും ചേർത്തെടുക്കട്ടോ. ഞാനിപ്പോൾ ചേർത്തെടുക്കുന്നില്ല, ഓയിൽ കൂടി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെ ചെറിയ തീയിൽ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കട്ടോ. എന്നിട്ട് കുറച്ച് കറിവേപ്പില അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. മല്ലിയിലെല്ലാം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ഒരു മസാല. കുബൂസ് എല്ലാം കൂട്ടിയിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു ഫിഷ് ഫ്രൈ ചൂടോടുകൂടി കഴിക്കണം കേട്ടോ. ഇതാണ് ഇന്ന് നമ്മളെ ഉച്ചക്കത്തെ ലഞ്ചിൻ്റെ സ്പെഷ്യൽ കേട്ടോ. നല്ല അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടെ മറക്കരുത്. ഇനി അടുത്ത പണി പാത്രം കഴുകുക. കുറേ പാത്രം ഉണ്ട് കേട്ടോ. ചോറും കറിയും മീനിൻ്റെ ഫ്രൈയും അല്ല ഞാൻ രാവിലത്തെ എല്ലാം കഴുകിയിട്ടെല്ലാം വെച്ചിട്ടുണ്ടായിന്. ഇപ്പോൾ ഈ വീഡിയോസ് എല്ലാം എടുക്കുന്നുണ്ട് തന്നെ എനിക്ക് വേറെ പ്ലേറ്റും പാത്രങ്ങളെല്ലാം എടുക്കേണ്ടി വരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര തോനെ പാത്രങ്ങളായിട്ടുള്ളത്. പിന്നെ ഫാദർ ഡ്യൂട്ടിയിൽ നിന്ന് ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ വരും. അപ്പോഴേക്കും ചോറെല്ലാം റെഡിയാക്കിയിട്ട് വെക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഫാദറിന് പെട്ടെന്ന് പോകേണ്ടി വരുന്നു. ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേഗം ആ ഫുഡൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് സെറ്റാക്കിയിട്ട് വെച്ചാൽ പിന്നെ പേടിയില്ലല്ലോ. അപ്പോൾ ഇനിയിപ്പം പാത്രമൊക്കെ കഴുകിയിട്ട് ക്ലീൻ ആക്കിയിട്ടെല്ലാം വെക്കലാം. അപ്പോൾ ഉപ്പിൻ്റെ പാത്രം, മസാലപ്പൊടിൻ്റെ പാത്രം ഇതൊക്കെ ഞാൻ എടുക്കുമ്പം നമ്മളെ കൈ എന്തായാലും എന്തെങ്കിലും മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതെല്ലാം ആണെന്നല്ലേ. അപ്പോൾ അതുകൊണ്ട്
അവിടെ എല്ലാം പിടിച്ചിട്ടെല്ലാം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചിട്ട് ക്ലീൻ ആക്കിയിട്ടെല്ലാം വെക്കല. ഇത് ടൈം ഉണ്ടാകുമ്പോൾ ഇതൊക്കെ അങ്ങനെ ചെയ്തിട്ട് വെക്കൂട്ടോ. ഇതിനായിട്ട് ഞാൻ വേറെ ടൈമൊന്നും കണ്ടെത്തലില്ല. പിന്നെ നമ്മൾ ഡീപ്പ് ക്ലീനിങ് എല്ലാം ആക്കലില്ലേ കിച്ചണ് ഇതെല്ലാം, അപ്പം ഫുള്ളായിട്ട് തുടച്ച് ആക്കിയിട്ട് വെക്കൂട്ടോ. അപ്പം ഞാൻ അതിൻ്റെ മുന്നേ ഒരാഴ്ച മുന്നേ തന്നെ ചിലപ്പോൾ ഇങ്ങനെ ചെറിയ തുടക്കാനുള്ളതൊന്നും അങ്ങനെ തുടച്ചിട്ടൊന്നും വെക്കലില്ല. എന്തായാലും തുടക്കാനുണ്ടല്ലോ, ഡീപ്പ് ക്ലീൻ ആക്കാനുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ വെക്കലാം. ഇനിയിപ്പോൾ ഡീപ്പ് ക്ലീൻ ആക്കാൻ വലിയ പെരുന്നാൾ ഇൻഷാ അല്ലാ, വലിയ പെരുന്നാളിൻ്റെ മുന്നായിട്ട് ഡീപ്പ് ക്ലീൻ ആക്കാം. അങ്ങനെ ഇനിയിപ്പം കുറച്ച് മുട്ട കൊണ്ടുവന്നേ, കുറച്ച് സാധനം എല്ലാം പൊരിയത്തേക്ക് കൊണ്ടുവന്നേന്. അപ്പം മുട്ട ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു ബോക്സില്ലേ, ഇതിലില്ലേ മുട്ട അപ്പം ഞാൻ ഈ ഒരു ബോക്സിൽ കൊണ്ടുവരുമ്പോൾ ഇതിൽ ഒട്ടിപ്പിടിച്ചിട്ടാണ് ഉണ്ടാവല്. എന്നിട്ട് ഇങ്ങനെ എടുക്കുമ്പം പൊട്ടിപ്പോകുന്നത്. അത് ഞാൻ കാണിക്കട്ടാ. ഇപ്പോൾ കണ്ട ഒന്നെടുത്തപ്പം അത് പൊട്ടിപ്പോയി, അത് മുഴുവനായിട്ട് ഇങ്ങനെ കിട്ടുന്നില്ല. അപ്പം ഇതാ ഇനിയിപ്പം 4 ബാക്കിയായിട്ടുണ്ട് കേട്ടോ, കിട്ടുന്നേ ഇല്ല, അങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് കട്ട് ചെയ്തിട്ട് ഇത് നമ്മളെ ബോക്സില്ലേ അതിൻ്റെയൊക്കെ മാറ്റൊരു കട്ടിയുള്ള ഒരു ബോക്സാണ് കേട്ടോ. അപ്പം അത് നമുക്കിങ്ങനെ കട്ട് ചെയ്തിട്ടെടുക്കാം. ബോക്സെല്ലാം നമ്മൾ കട്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതാ ഞാനതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാൻ നോക്കല. ഇനിയിപ്പം ഇന്ന് രാത്രി എന്തായാലും മുട്ട മസാലയെന്ന് ആക്കുന്നുള്ളത്, അപ്പോൾ അതിന് മുട്ട വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് അങ്ങനെ പൊട്ടിയാലും കുഴപ്പമില്ല, നേരെ ഒരു ചെറിയൊരു പാത്രം വെച്ചിക്കണ്. അപ്പോൾ അതിലേക്ക് മാറ്റി വെച്ച് രാത്രി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചൊന്നും മാറ്റി വെച്ചില്ല, അത് ആ ഒരു ബോക്സിലായിട്ടുണ്ട് കേട്ടോ. താഴെ ബോക്സിലായി കഴിഞ്ഞാൽ അത് ഞാൻ എടുക്കലില്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റി എന്തിനാണെന്ന് അറിയാം, നമ്മളെ ഫേസിൽ ഞാൻ മുട്ടൻ്റെ വൈറ്റ് ഇടലുണ്ട് ഫേസിലെല്ലാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് മാറ്റി വെച്ചതാണ്. ബാക്കി ഈ ഒരു ബോക്സിലാവാത്തതില്ലേ അതെല്ലാം ഈ ചെറിയ ബൗളിൽ അതിലേക്ക് പൊട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ട ഭയങ്കര കഷ്ടമുണ്ട് കേട്ടോ എടുക്കാനായിട്ട്. അതിൻ്റെ തൊലി അതിമ ഒട്ടിങ്ങോണ്ടുള്ളതാണ്. ഇതെന്താ കാരണം എന്നറിയോ, നമ്മൾ സാധനം നെസ്റ്റോന്നെല്ലാം കുറേ എല്ലാം കൂടെയല്ലേ കൊണ്ടുവരുന്നത്. അപ്പം വണ്ടിയിൽ വരുമ്പോൾ അങ്ങോട്ടും തട്ടിയിട്ട് മുട്ടിയിട്ടെല്ലാം ആകുമ്പോൾ ചെറുതായിട്ടൊന്ന് പൊട്ടുന്നു, അതിൻ്റെ തൊലിയെല്ലാം പൊട്ടിയിട്ട് അത് ഒലിക്കുന്നു. അപ്പം ഈ ഒരു ബോക്സിൽ ഒട്ടിപ്പിടിച്ചിട്ടിരിക്കുന്നു. അങ്ങനെ കേട്ടോ സംഭവിക്കുന്നുള്ളത്. അപ്പം ഞാൻ വന്ന പാടെ എടുത്തേക്കാനും എനിക്ക് ടൈമില്ലായിരുന്നു, രാത്രിയായിരുന്നു വന്നത്. അപ്പോൾ അതുകൊണ്ട് അപ്പം ഞാൻ എടുത്ത് വെച്ചിട്ടില്ല, പുറത്തേന്ന് വെച്ചിട്ടുണ്ട് എന്നത്. ഇനിയിപ്പോൾ ഇതാ ഞാനെല്ലാം വേറൊരു ട്രേയിലേക്ക് മാറ്റിയിട്ട്, മുട്ടൻ്റെ ട്രേ തന്നെ ഉണ്ട് എൻ്റെ അടുത്ത്, അതിലേക്ക് മാറ്റിയിട്ട് ഞാനതാ ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നുണ്ട്. ബാക്കി മുട്ട പൊട്ടിയതില്ലേ അത് രാത്രി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതൊരു ബൗളിലേക്ക് വെച്ചിട്ട് ഒന്ന് മൂടിയിട്ട് അതും ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതാ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളതും, ഞാനിങ്ങനെ ഫുഡെല്ലാം ആക്കുമ്പം എനിക്ക് കുറേ കമൻറ്റ് വരുത്തുന്നുണ്ട് കേട്ടോ. എന്ത് തടിയാ രണ്ടും കൂടെ ഇത്രയെല്ലാം തിന്നിട്ട്, നമ്മൾ തടി തന്നെ സമ്മതിച്ച്, ഞാനും ഫാദും തടി തന്നെ, മാത്രം തിന്നാതിരിക്കാൻ കഴിയുമോ? മനുഷ്യന്മാരല്ലേ, നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം തിന്നണ്ടേ. പക്ഷേ ഓവറായിട്ട് നിങ്ങളിപ്പോൾ വിചാരിക്കുന്ന പോലെ നമ്മൾ തിന്നുന്നൊന്നുമില്ല കേട്ടോ. ഇപ്പം ഇന്നിപ്പോൾ ഞാൻ റെസിപ്പി എല്ലാം ചെയ്തിരിക്കണം, നാളെ നമ്മളെ വീട്ടിൽ കഞ്ഞിയായിരിക്കും, ചെറുപയറും കഞ്ഞിയും ആക്കുന്നുള്ളത്. അത് ഞാൻ ഷൂട്ടാക്കുന്നില്ല എന്നുള്ളൂ. ഇനി ഇൻഷാ അല്ലാ ഞാൻ ഷൂട്ടാക്കുന്നുണ്ട് ഒരു കഞ്ഞിയെല്ലാം വെക്കുന്ന ദിവസം. ഞാനിപ്പോൾ ഇന്നലെ റെസിപ്പി ചെയ്തതാണ്, അതുകൊണ്ട് ഇന്ന് ഞാൻ കഞ്ഞിയാണ് കേട്ടോ നമ്മളെ പടിയിലാക്കിയിട്ടുള്ളത്. എന്നും നമ്മൾ ഇറച്ചി മീൻ അതൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. ഇപ്പം റെസിപ്പിക്കും വേണ്ടിയിട്ട്, ഞാൻ നിങ്ങൾക്ക് കാണിക്കാനും വേണ്ടിയിട്ട്, നമുക്കും തിന്നണം നിങ്ങൾക്കും കാണിക്കാം, ഒരു ഉപകാരം ആയിക്കോട്ടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട്, അങ്ങനെ ഞാൻ ഷൂട്ടാക്കുന്ന കേട്ടോ. അല്ലാതെ നമ്മൾ മുഴുവനായിട്ട് ഇങ്ങനെ തിന്നുന്നല്ല. പിന്നെ കറിയൊക്കെ ആകുമ്പം കുറച്ച് തോന ഉണ്ടാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. പിറ്റേന്ന് ഞാൻ റെസ്റ്റ് എടുക്കും. എനിക്ക് എഡിറ്റെല്ലാം ആക്കുമ്പോൾ കുറേ പണിയാകുന്നിട്ടാ. അപ്പോൾ നമ്മൾ വിചാരിച്ച മാതിരി ടൈമിംഗ് ഒന്നും കിട്ടുന്നില്ല. അപ്പം അന്ന് നമ്മൾ ഉച്ചക്കൊക്കെ ആ ഒരു കറി സമാക്കല. അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ ലൈഫ് അങ്ങനെ മുന്നോട്ട് പോകുന്നത്. പിന്നെ തടി എന്താ, നമ്മൾ രണ്ടാളും തിന്നലുണ്ട്, അത്യാവശ്യം തിന്നലുണ്ട്. അപ്പോൾ അതിൻ്റെ തടിയാണ്. കുറക്കണം എന്ന് വിചാരിച്ചാൽ കുറക്കാം. പിന്നെ പെട്ടെന്ന് കുറച്ചിട്ട് എത്രയോ ആൾക്കാർ എന്തെല്ലോ അസുഖം കൊണ്ട് ഇടങ്ങേറാകുന്നുണ്ട്. അങ്ങനെ നമ്മൾ പെട്ടെന്ന് കുറക്കുന്നില്ല കേട്ടോ. നമ്മൾ കുറയാൻ വിചാരിച്ചാൽ കുറയും. ഫുഡ് ചെറുതായിട്ട് കൺട്രോൾ ആക്കുക, അത്ര തന്നെ കേട്ടോ. പിന്നെ എല്ലാവരും പറയുന്നുണ്ട് തടി കുറച്ചാൽ എന്തോ പോലെ ഉണ്ടാവും, നിങ്ങൾ തടി കുറയ്ക്കണ്ട എന്നെല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് വെയിറ്റ് കുറക്കുന്നില്ല കേട്ടോ. പിന്നെ അതായാലും വയറ് മാത്രം കുറച്ച് കൂടിയിട്ടുണ്ട്. പിന്നെ ഇരുന്ന പണിയല്ലേ ഓഫീസിൽ, അപ്പോൾ അതുകൊണ്ട് തന്നെ വയറ് കുറച്ച് വന്നിട്ടുള്ളത്. അങ്ങനെയൊക്കെ അതിൻ്റെ ഇടയിൽ ടിഷ്യൂ റോളില്ലേ അതൊന്ന് ഹാങ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കിച്ചണിൽ. വീഡിയോസിൽ ഞാൻ ഈ ഒരു കാര്യം പറയുമ്പം അത് കാണിച്ചിട്ടുണ്ട്. നമ്മൾ ആങ്കറില്ലേ അത് ഞാൻ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ആ ഒരു റോള് വെച്ചിട്ട്
ഒന്ന് ഹാങ് ചെയ്തിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പം വീഡിയോസ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഞാൻ ഏതോ ഒരു റീൽസ് എന്തോ കണ്ടപ്പം അങ്ങനെ ചെയ്തതാണ് കേട്ടോ. ഇനിയിപ്പം അതിനായിട്ട് ടിഷ്യൂ സ്റ്റാൻഡൊന്നും വാങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. ഇനിയിപ്പം ഫാദർ ചോറ് കഴിച്ചിട്ട് പിന്നെ ഫാദർ പോയിട്ടാ, പെട്ടെന്ന് തന്നെ പോയിട്ടുണ്ട്. നല്ല ഇഷ്ടമായി കേട്ടോ ആ ഒരു മീൻ്റെ ഫ്രൈ. നിങ്ങളെന്തായാലും ഉണ്ടാക്കി നോക്കുക. അതിനിതാ കുറച്ച് പിസ്ത, ബദാം അതെല്ലാം വാങ്ങിച്ചതുണ്ടായിരുന്നു കേട്ടോ. അതിനിപ്പം അതിൻ്റെ ബോട്ടിലെല്ലാം കാലിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ഫില്ലാക്കിയിട്ടെല്ലാം വെക്കണം. ഈ ഒരു നട്ട്സും കാര്യങ്ങളൊക്കെ അല്ല ഫാദു അങ്ങനെ കഴിക്കില്ല കേട്ടോ. ഫൗസാനിക്കും വലിയ ഇഷ്ടമല്ലേ, കൊടുത്താൽ തിന്നാന്നല്ല, ഫാദുവിന് അങ്ങനെ കൊടുത്താൽ കഴിക്കാന്നല്ലാതെ അങ്ങനെ എടുത്തിട്ട് അങ്ങനെ കഴിക്കലൊന്നുമില്ല കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈത്തപ്പഴം പിന്നെ ഇങ്ങനെ നട്ട്സ് കാര്യങ്ങളൊക്കെ എനിക്ക് കുറച്ച് വേണം കേട്ടോ. അതെൻ്റെ ഉപ്പ പഠിപ്പിച്ചതാണ്. എൻ്റെ ഉപ്പ എപ്പോഴും ദുബായി പോയിട്ട് വരുമ്പോഴെല്ലാം കൊണ്ടുവരും. എന്നിട്ട് രാവിലെ ഞാൻ എൻ്റെ വീട്ടിലത്തെ ഡെയിൻമേ ലൈഫെല്ലാം ചെയ്ത ടൈമിലെല്ലാം അതിലെല്ലാം കാണിച്ചിട്ടുണ്ട്. അപ്പം അവിടെ നിന്ന് നമ്മൾ ഈത്തപ്പഴം ഇങ്ങനെ നട്ട്സ് കാര്യങ്ങളെല്ലാം രാവിലെ കഴിക്കൂട്ടാം. അപ്പോൾ അതുകൊണ്ട് ഒരു ശീലമായതുകൊണ്ട് അങ്ങനെ ഒരു ഞാൻ കഴിക്കലുണ്ട്. പക്ഷേ ഫൗസാനും ഉമ്മ ഫാദും അങ്ങനെ എടുത്ത് കഴിക്കലില്ല കേട്ടോ. എപ്പോഴെങ്കിലും കണ്ടാലെടുത്തിട്ട് കഴിച്ച് അങ്ങനെ അത്ര തന്നെ കേട്ടോ. അപ്പം എനിക്കാണ് ഇതിൻ്റെ എല്ലാം പിരാന്ത്. പിന്നെ എനിക്ക് ഇൻസ്റ്റയിൽ ഒരു കുട്ടി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പേരും കാര്യങ്ങളൊന്നും പറയുന്നില്ല, എനിക്ക് ഒരു ബേജാറായിപ്പോയിട്ടാ. എന്താ വെച്ചാൽ അവളെ മാപ്പിള ദുബായിലാന്നല്ല, ഇവിടെ തന്നെ എന്ന് പറഞ്ഞ് മാത്രം എന്താന്ന് ഭയങ്കര ബേജാറാന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ മാപ്പിളിനെ. പക്ഷെ എനിക്ക് തിരിച്ച് എന്നോട് ഇഷ്ടമില്ല മാത്രം ഫോൺ വിളിക്കുന്നില്ല, സംസാരിക്കുന്നില്ല, ഒരു റൊമാൻറ്റിക് ആയിട്ടൊന്നും ഇല്ല. ഞാൻ മെസ്സേജ് അയച്ചാൽ റീപ്ലൈ തരുന്നേ അത്ര തന്നെ എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു ബേജാറാക്കിക്കൊണ്ട് കേട്ടോ. ഇപ്പം 2-3 കുട്ടികളായി, പക്ഷേ ഒരു റൊമാൻറ്റിക് ഒന്നും ഇല്ല. പക്ഷെ ഓൾക്കാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ മാപ്പിള ജീവനാണ്, അതായത് ഹസ്ബൻഡ് വെച്ചാൽ ജീവനാണ് അവളെ. പക്ഷെ അത് തിരിച്ചിട്ട് കിട്ടുന്നില്ല എന്നാട്ടോ ഓള് പറഞ്ഞത്. അപ്പം എനിക്ക് നല്ലോണം വിഷമമായി. പക്ഷെ അങ്ങനെ നമ്മൾ ചെയ്യരുത് കേട്ടോ. നമ്മളെ ഭാഗത്ത്, അതായത് ലേഡീസിൻ്റെ ഭാഗത്തുനിന്ന് അവർക്ക് സ്നേഹം കിട്ടുന്നില്ലെങ്കിൽ ഓക്കെ, അവർ മനസ്സ് മാറും. ഇപ്പം ഫാദായാലും ഞാൻ സ്നേഹം കൊടുക്കുന്നില്ലെങ്കിൽ എന്തായാലും ഫാദ് അതേ ഒരു ഇതിൽ തന്നെ നിൽക്കുള്ളൂ. പക്ഷേ നമ്മൾ സ്നേഹം കൊടുത്തിട്ട് തിരിച്ച് കിട്ടാഞ്ഞാൽ അത് ഭയങ്കര വിഷമം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ കുട്ടീനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ ബേജാറാവണ്ട, നീ ഹസ്ബൻഡിൻ്റെ അടുത്ത് അങ്ങോട്ട് മെസ്സേജ് അയക്ക്, സംസാരിക്കുക, എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുക. നിനക്ക് ഇങ്ങോട്ട് നിനക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ സ്നേഹമില്ലേ, നീ അതായത് ചോദിച്ച് വാങ്ങുക എന്നെല്ലാം പറയില്ല, അതേപോലെ നീ അങ്ങോട്ട് ട്രൈ ആക്ക്, നിന്നെ കൊണ്ട് കഴിയുന്ന സ്നേഹം മൊത്തം കൊടുക്ക്, പിന്നെ ശരിയായിക്കോളും. അപ്പോൾ നിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ നിൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഷെയർ ആക്കുക. എനിക്ക് ഇങ്ങനെയൊക്കെയാണ് ഇഷ്ടം, എൻ്റെ അടുത്ത് കുറച്ച് ഇതായിട്ട് നിങ്ങൾ നിൽക്കല്ലേ, ഞാൻ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങളും ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് എനിക്കൊന്ന് മെസ്സേജ് അയക്കി ഒന്ന് സ്നേഹം കാണിക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ഓപ്പണായിട്ട് പറയുക കേട്ടോ. ചിലവരില്ലേ ഒന്നും ഉണ്ടായിട്ടാവില്ല, അങ്ങനെ ആവും, അവരെ രീതി അതായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ജോബിൽ എന്തെങ്കിലും ബേജാറും വിഷമങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരങ്ങനെ ആയിരിക്കും, നമ്മൾ മാറ്റിയെടുക്കുക കേട്ടോ. അപ്പം അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇനിയിപ്പം എൻ്റെ ഹിജാബ് സ്റ്റൈൽ കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇൻസ്റ്റയിലായാലും ചെറിയൊരു റീൽസ് ഇടുമോ നിങ്ങളെല്ലാം പറഞ്ഞിട്ട് ഞാൻ ഒരിക്കൽ കാണിച്ചിട്ടുണ്ട്, പിന്നെ ഒന്നും കൂടെ കാണിക്കുകയെന്ന്. ഇപ്പോൾ ഞാൻ കാണിച്ചില്ലേ ഒരു ബണ്ണ്, അപ്പോൾ അതാണ് കേട്ടോ ഞാൻ യൂസ് ആക്കൽ. അത് ലൈറ്റ് വെയിറ്റ് ആണ്, അധികം വെയിറ്റ് ഒന്നുമില്ല, ഡേറ്റ് കൂടെ നിന്നെല്ലാം കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് ക്യാപ്പാണ്. നമ്മൾ സാധാരണ ബനിയൻ ക്ലോത്തിൻ്റെ ക്യാപ്പായാലും മതി, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ കാണിച്ചില്ല ഒരു വെൽവെറ്റിൻ്റെ, അത് ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിച്ചേട്ടോ, 3 കോണം പോലത്തെ, അതായാലും മതി കേട്ടോ. അപ്പോൾ അതാണ് ഉള്ളിൽ കെട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ വീഡിയോസ് എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്, ഉള്ളിൽ എങ്ങനെ കെട്ടുന്നതെന്നെല്ലാം. അപ്പോൾ അതുകൊണ്ട് അതൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ അതാ ഹിജാബ് എടുക്കുമ്പോൾ എപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹിജാബ് എടുക്കുക കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നല്ല ടൈറ്റായിട്ടൊരു ക്യാപ്പ് കെട്ടണം. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് തലമക്ക് വെച്ചെടുത്താൽ മതി. നമ്മൾ സാധാരണ മടക്കിയിട്ടല്ലേ വെക്കുന്നത്. മടക്കിയിട്ട് വെച്ചതിന് ശേഷം ഈ ഒരു ചുറ്റുന്ന ഭാഗമില്ലേ കുറച്ച് ലെങ്ത്തിലെടുക്കുക, പിന്നെ ഇങ്ങനെ ചുറ്റാത്ത ഭാഗമില്ലേ കുറച്ച് ഷോർട്ടാക്കിയിട്ടും എടുക്കട്ടോ. എന്നിട്ട് ഇതുപോലെ ഈ ഒരു വീഡിയോസിൽ കാണുന്ന പോലെ തന്നെ ചെയ്താൽ മതി. ഇങ്ങനെ ടൈറ്റാക്കിയിട്ട് ഈ ചുറ്റുന്ന ഭാഗം നല്ലോണം ഒന്ന് വലിച്ചിട്ട് ആദ്യത്തെ ചെവിൻ്റെ അവിടെ ഒന്ന് നല്ല ടൈറ്റാക്കിയിട്ട് കുത്തി കൊടുത്തിട്ടാ ഒരു പിന്ന്, എന്നിട്ട് ഒന്നും കൂടെ വലിച്ചിട്ട് ഒന്ന് ടൈറ്റാക്കിയിട്ട്
ഈ ഒരു ചെവിൻ്റെ ഭാഗത്തും കുത്തി കൊടുത്ത് ഇങ്ങനെ ടൈറ്റാക്കിയിട്ട് കുത്തി കൊടുത്ത് ഇതുപോലെയാണ് കേട്ടോ ഞാൻ എപ്പോഴും നോർമലായിട്ട് എപ്പോഴും ഇങ്ങനെ പുറത്ത് പോകുമ്പോഴും അതേപോലെ അബായക്കും ഒക്കെ ഇടൽ ഇതേപോലെയാണ്. പിന്നെ ചുറ്റുന്നത് ഇപ്പം നമ്മളെ മുഖത്തിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ട് എടുക്കട്ടോ. അതിൻ്റെ അതിപ്പം റൗണ്ട് ഷേപ്പാണ് ഫേസ്, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങളെ മുഖത്തിൻ്റെ ഷേപ്പിന് നിങ്ങളെടുത്താൽ മതി കേട്ടോ. ആ ഒരു ചുറ്റിയ ഭാഗമല്ലേ അതിങ്ങനെ ബാക്ക് ഇട്ടിട്ട് അങ്ങനെ ഇടലുണ്ട്. പിന്നെ ആ ഒരു ബാക്കിൽ കിട്ട ഭാഗം ഇങ്ങനെ ഫ്രണ്ട് ഇട്ടിട്ട് അങ്ങനെ ഇടലുണ്ട് കേട്ടോ. ഫ്രണ്ട് കവറേജ് ആവാൻ നല്ലതാണ് ഇങ്ങനെ. ഈ രണ്ട് സ്റ്റൈലിലും ഞാൻ എപ്പോഴും ഇടുന്ന സ്റ്റൈലാണ്. ഇനി ഞാൻ വേറെ ഒന്നും കൂടെ കാണിക്കാം. ആദ്യത്തെ പോലെ തന്നെ ചുറ്റുന്ന ഭാഗം കുറച്ച് തോന്നെ ലെങ്ത്തിലെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ആദ്യം കുത്തിയ പോലെ തന്നെ ഇങ്ങനെ ടൈറ്റാക്കിയിട്ട് ഈ ചെവിൻ്റെ ഭാഗത്താക്കിയിട്ട് ഇങ്ങനെ ടൈറ്റാക്കിയിട്ട് കുത്തട്ടാം. ഞാൻ പറയുന്നതിനെക്കാട്ടിയും നിങ്ങൾക്ക് ഈ വീഡിയോസിൽ നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. ഇനിയിപ്പം നമ്മൾ തൊപ്പിട്ട് കൊടുത്തില്ലേനും, അപ്പോൾ ഈ നെറൂലായിട്ട് ഇങ്ങനെ ടൈറ്റിൽ ഒരു സൂചി കുത്തി കൊടുക്കുക. അതെന്തിനാ അറിയോ, മുകളിൽ നിന്ന് ഞാനിതാ ഇതുപോലെ ചെറിയൊരു നെറി എടുത്തിട്ടുണ്ട് കേട്ടോ. ആ നെറി ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ചെറിയ പോർഷനില്ലേ അത് ഈ ഒരു സൈഡിലേക്ക് ഇങ്ങനെ ആ ഒരു പിന്ന് കാണാത്ത രീതിയിൽ ഇങ്ങനെ ടൈറ്റാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ ചുറ്റിയിലെ വലിയ പോർഷൻ വരുന്നത് അത് ഈ ഒരു കൈയിൻ്റെ തണ്ടുമ്മലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ സൈഡിലാക്കിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കട്ടോ. ഇതും നല്ല രസമാണ് അബായയിലേക്ക്. പിന്നെ കുത്തുമ്പം നല്ല ടൈറ്റിൽ കുത്തണം കേട്ടോ, എന്നാലും അന്ന് നല്ല കറക്റ്റായിട്ട് നിൽക്കുള്ളൂ. ആ ഒരു തൊപ്പിയിട്ടിട്ട് അതിന് നല്ല ടൈറ്റാക്കിയിട്ട് ഇങ്ങനെ കുത്തി കൊടുത്താൽ മതി, എന്നാൽ കറക്റ്റായിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ സ്റ്റൈല്. എങ്ങനെ ഉണ്ടെന്ന് പറയണം കേട്ടോ. നിങ്ങൾക്ക് ഏത് സ്റ്റൈലാണ് ഇഷ്ടമായതെന്ന് ഒന്ന് കമൻ്റ് ആക്കുക. ഇനിയിപ്പം നമ്മൾ ചുരിദാറിലെല്ലാം നമ്മൾ സ്റ്റൈലാക്കുന്നത് ഒന്ന് കാണിക്കട്ടോ. ഹിജാബ് എങ്ങനെ സ്റ്റൈലാക്കേണ്ടത് അതും കൂടെ ഞാൻ കാണിക്കാം. ഈ ഒരു സ്റ്റൈലും ഫ്രണ്ട് ഇങ്ങനെ കവറേജ് ആവുന്ന തന്നെയാണ്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുകൾക്ക് ഇട്ടുകൊടുക്കാം. ഫ്രണ്ട് കവറേജ് ആവണമെന്നുണ്ടെങ്കിൽ കുറച്ച് താഴത്തേക്ക് ഇങ്ങനെ ഇട്ടെടുത്താൽ മതി. ഇനി ചുരിദാർ കിടുന്ന സ്റ്റൈല് കാണിക്കട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ചെറിയ പോർഷൻ എടുത്തിട്ട് ഇങ്ങനെ ടൈറ്റാക്കിയിട്ട് ഈ ചെവിൻ്റെ ഇവിടെ കുത്തിയില്ലേ, അപ്പോൾ ആ ഒരു പിന്നെ അടുത്ത് തന്നെ ഉണ്ട്. എന്നിട്ട് ഞാനിങ്ങനെ കുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കഴുത്തിൻ്റെ ഇവിടെ ആയിട്ട്, അതായത് നമ്മൾ താടി വരുന്നില്ല അവിടെ ഇങ്ങനെ ടൈറ്റിൽ ആ ഒരു തുണി ഉള്ളിലേക്ക് ഇങ്ങനെ ചീരിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗം ഫ്രണ്ട് കവറേജ് ആയില്ലേ. ഞാൻ വലിയ ചുറ്റുന്ന ഭാഗമല്ലേ പോർഷന് നമ്മൾ നേരത്തെ കാണിച്ച അതെടുത്തിട്ട് ഞാൻ ബാക്കൊക്കെ ഇട്ടിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ താഴത്ത് കൂടെ ബാക്കൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് ഈ ഒരു സൈഡിൽ നമ്മൾ ചുരിദാറിൻ്റെ ഷോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കട്ടോ. ഇപ്പം ഫ്രണ്ട് കവറേജ് ആവും. നല്ലൊരു ഹിജാബ് സ്റ്റൈലാണ് കേട്ടോ. അപ്പം ഇങ്ങനെയും ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായത് എന്നുള്ളത് ഒന്ന് കമൻ്റ് ആക്കട്ടോ. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കുറേ ആയിട്ട് ഹിജാബ് സ്റ്റൈലൊന്ന് കാണിക്കിത്താ, നിങ്ങൾ എങ്ങനത്തെ പിന്നെ ഉള്ളിൽ ഏത് ബണ്ണിടുന്ന് കാണിക്കല്ലോ എന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പം അവർക്ക് സന്തോഷമായി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കട്ടോ. ഞാൻ ഫ്രീ ആകുമ്പോൾ എന്തായാലും റീപ്ലൈ തരാം. ഇനി അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഗ്രീൻ ടീ എല്ലാം കുടിച്ചിട്ട് പിന്നെ കുറച്ചെല്ലാം അങ്ങും ഇങ്ങെല്ലാം വിളിച്ച് നാട്ടിലെല്ലാം വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയെല്ലാം പിന്നെ മഹരിബെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒരു 8 മണിയെല്ലാം ആയപ്പോൾ ആ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഫാദർ വന്നിട്ടുണ്ട് കേട്ടോ. ആദ്യം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു മുട്ട റോസ്റ്റും പിന്നെ വെള്ളപ്പാക്കാന്ന് കേട്ടോ വിചാരിച്ചിന്. അതായത് മുട്ട ബോയിൽ ചെയ്തിട്ട് അങ്ങനെ മുട്ട റോസ്റ്റ് ആക്കുന്നില്ലേ, അതാണ് കേട്ടോ എനിക്കിഷ്ടം. അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുട്ട വേവിക്കാൻ വെക്കുന്ന ആ ഒരു ടൈമിൽ ഫാദറിന് എന്തുണ്ടാക്കുന്ന വെച്ചാൽ ഞാൻ വെള്ളപ്പം മുട്ട റോസ്റ്റ്. അപ്പോൾ ഫാദറിന് വേണ്ട, അങ്ങനെ വേണ്ട, മുട്ട വീത്തിയിട്ട്, അതായത് അവരുടെ ഭാഷയിൽ മുട്ട വീത്തിയിട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ മുട്ട ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഒഴിച്ചിട്ട് കറി ഉണ്ടാക്കുന്നില്ലേ, അതാണ് മുട്ട വീത്തിയിട്ട് പറയുന്നത് കേട്ടോ. അപ്പം അങ്ങനെ ആക്കാൻ പറഞ്ഞു. അതാണ് ഫാദറിന് ഭയങ്കര ഇഷ്ടം കേട്ടോ. മുട്ടൻ്റെ ടേസ്റ്റ് അങ്ങനെ വരുന്നതെന്ന് പറഞ്ഞ് അപ്പം അതാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇത് മസാല എല്ലാം വറുത്തിട്ടുണ്ടാക്കുന്ന ഒരു മുട്ടക്കറിയാണ് കേട്ടോ. അപ്പോൾ മുട്ട മസാല, മുട്ട ഗസി എന്നെല്ലാം പറയും. ഇൻഷാ അല്ലാ അതിൻ്റെ റെസിപ്പി ആയിട്ടും വെള്ളപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടും ഇൻഷാ അല്ലാ അടുത്തത് ഞാൻ വരാം. നിങ്ങളെന്തായാലും കണ്ടു നോക്കണം കേട്ടോ. പിന്നെ ഞാൻ ഏതൊരു റെസിപ്പി ചെയ്യാന്നുണ്ടെങ്കിലും നല്ല കറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. കാര്യം കുറച്ച് ലെങ്ത് ആയാലും അറിയാത്തവർക്ക് ഫ്ലോപ്പായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇത്ര കറക്റ്റായിട്ട് പറയുന്നത്. അങ്ങനെ അപ്പോൾ നല്ല മുട്ട ഗസിയും വെള്ളപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളെല്ലാവരും കൂടെ കഴിക്കാൻ പോക്കാന്ന്. പിന്നെ നമ്മളിത് കഴിച്ചിട്ട് പിന്നെ നടക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 9:30 ആയപ്പം പുറത്ത് പോയിട്ട് എന്നാൽ പള്ളീൻ്റെ അവിടെ പോയിട്ട് എപ്പോഴും നടക്കാൻ പോകലുണ്ട്. അപ്പം അങ്ങനെ നടക്കാൻ പോയിട്ടുണ്ടായിരുന്നു ഞാൻ ഫാദു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഇപ്പം എന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യട്ടോ. ഇൻഷാ അല്ലാ അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് വരാം. അതുവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു. ഇടയ്ക്കിടയ്ക്ക് നല്ല ബുദ്ധി തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നടക്കാനായിരുന്നു.
4-5 ദിവസത്തേക്ക്. പിന്നെ എന്തെങ്കിലും എവിടെയെങ്കിലും പോകുന്നല്ല അങ്ങനെ. അപ്പോൾ രാത്രിയായി വരുമ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വേറെ പ്ലാൻ ചെയ്തതിന് ഇൻഷാ അല്ലാഹ് പറഞ്ഞു. എന്താണ് വേറെ പ്ലാൻ? രാവിലെ എടുക്കാം. ഒക്കെ പറയാൻ കഴിയുന്നില്ല. ഫാദുവിന്റെ കൂടെ നടന്നാലില്ലേ ഞാനാ ഫസ്റ്റ് എത്തുന്നത്. ക്യാമറ കൊണ്ടുവരി. കള്ളം പറയുന്നുള്ളൂ. ഇതിപ്പോ ഈ ക്യാമറയിൽ നോക്ക്, ഫസ്റ്റിലായിട്ടുള്ള ഞാൻ തന്നെ. അപ്പൊ അത് അവിടെ നിൽക്കും, എന്നാലല്ലേ എനിക്ക് മുന്നിൽ കയറാൻ കഴിയുള്ളൂ. കേറിക്കോ. ഓക്കെ അമ്മ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് ഇനി അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വരാം. കുറച്ചിട്ട് വരാം ഇൻഷാ അല്ലാഹ്. അതുവരെക്കും ഓക്കെ, ബൈ, താങ്ക് യു.